ഹായ് ടീച്ചേഴ്സ്, ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ. കുറേ ദിവസമായിട്ടുണ്ട് നിങ്ങളുടെ മുന്നിൽ കരിയർ ജേണി ആയിട്ട് വന്നിട്ടല്ലേ. കുറച്ച് തിരക്കായി പോയി. അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ ഇനി ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് കുറച്ച് കരിയർ ജേണി നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കരിയർ ജേണിയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് എനിക്ക് പറയാനുള്ളത്, എവ്രിതിങ് ക്യാൻ ചേഞ്ച് ഇൻ അവർ ലൈഫ് ഇഫ് വി ആർ റെഡി ടു ടേക്ക് ആക്ഷൻ. അതാണ് എനിക്ക് എൻ്റെ എല്ലാ ടീച്ചേഴ്സിനോടും പറയാനുള്ളത്. നമ്മൾ ആക്ഷൻ എടുത്ത് പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ കൂടുതൽ അച്ചീവ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുക്കുക. അവിടെ നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതൊരു സീഡ് വെക്കുന്ന പോലെയാണ്. ആ സ്റ്റെപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതുപോലുള്ള നമ്മുടെ പോലുള്ള ടീച്ചേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് എല്ലാം നമ്മൾ മാറ്റുകയാണ്. അതിനനുസരിച്ച് നമ്മൾ പണിയെടുക്കുകയാണ്. നമ്മൾക്ക് എല്ലാവർക്കും കഴിവുകൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴാണ് നമ്മൾ നമ്മുടെ കഴിവുകളെ പുറത്തെടുക്കുന്നത്. അതാണ് എനിക്ക് എൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്. ഇന്ന് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് പർവീൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ടീച്ചർ, ഹാർഡ് വർക്കിംഗ് ടീച്ചർ. അതാണ് എനിക്ക് പർവീനെ കുറിച്ച് പറയാനുള്ളത്. പർവീന് നമ്മുടെ HBIT കോഴ്സ് എടുത്തിട്ടുണ്ട്. മാസ്റ്ററിങ് IGCSE A ലെവൽ സെക്കൻഡ് ബാച്ചിലെ ടീച്ചറാണ്. ഇപ്പോൾ പർവീന് വർക്ക് ചെയ്യുന്നത് ഓൺലൈൻ സ്കൂളിലാണ്. അപ്പോൾ പർവീൻ്റെ ജേണി നിങ്ങൾ കേൾക്കുക. ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്, നിങ്ങളുടെ പെന്നും ബുക്കും റെഡി ആണല്ലോ അല്ലെ? ഓരോ ടീച്ചർ കരിയർ ജേണി പറയുന്ന സമയത്തും അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ചില പോയിന്റ്സ് കിട്ടും. അത് നിങ്ങൾ നോട്ട് ചെയ്യാം. ഇതുപോലെ ഓരോ ടീച്ചർമാരും നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഇവരൊക്കെ നമ്മളെ പോലെ തന്നെയാണ്, ഇവർക്ക് കിട്ടുമെങ്കിൽ എന്താ എനിക്ക് പോയി പണിയെടുത്തൂടെ നമുക്ക് തോന്നും അല്ലെ? അപ്പൊ തോന്നി സ്വപ്നവും കണ്ടിരിക്കല്ല, കണ്ടിട്ട് അടുത്ത ലെവലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, ആക്ഷൻ എടുക്കാം. ഓക്കെ, സോ നമുക്ക് പർവീൻ്റെ അടുത്തേക്ക് പോവാം. പർവീൻ, ആ കരിയർ ജേണി നമ്മുടെ ടീച്ചേഴ്സിന് വേണ്ടി എങ്ങനെയാണ് പർവീൻ സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പൊ എന്തായി, ഒന്ന് ഷെയർ ചെയ്യാം. ഗുഡ് മോർണിംഗ് മാം. എൻ്റെ പേര് പർവീൻ. വീട് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് വീട്. ഞാൻ ഒരു +2 പഠിക്കുമ്പോഴാണ് എൻ്റെ കല്യാണം. അത്യാവശ്യം നന്നായി പഠിച്ചിരുന്ന ആളാണ്. 10th ഫുൾ എ പ്ലസും +2 ഫുൾ എ പ്ലസ് ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ +2 പഠിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് ഭയങ്കര നിർബന്ധം PSC എഴുതണം. അങ്ങനെ ഞാൻ PSC എഴുതാനായിട്ട് ഹസ്ബൻഡിന് ഡിഗ്രി മാത്തിന് വിട്ടു. ഞാൻ BSc മാത്ത് ഒക്കെ കഴിഞ്ഞു. അപ്പൊ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ പഠിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞാൽ എല്ലാവരും പോകുന്നത് B.Edനല്ലേ. അങ്ങനെ B.Edന് പോയി. പിന്നെ B.Ed കഴിഞ്ഞപ്പോൾ PSC ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ PSCക്ക് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഫർസാന എന്ന് പറയും. ഫർസാന എനിക്ക് ഇങ്ങനെ അയച്ചു തരും, നോക്കാം ഒരു മാമിന്റെ വീഡിയോ ആണ്, ജസ്റ്റ് വാച്ച് ബൈ ചാനലാണ്, ഇതൊന്ന് നോക്കാം. ഇതിലിങ്ങനെ കുറെ PSC ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാറ്. ഞാൻ ഈ വീഡിയോ തുറന്നു നോക്കുക പോലുമില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇടക്കിടക്ക് വിട്ടുതരും, പക്ഷെ ഞാൻ വീഡിയോ തുറന്നു നോക്കുക പോലുമില്ല. എനിക്കെന്തോ ഇതന്നെ, ഒരു 3000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് വർഷത്തേക്ക് കോഴ്സ് നമുക്ക് കിട്ടും. നമുക്ക് ആരോടും ചോദിക്കും വേണ്ട. അപ്പൊ നമുക്കിത് പഠിക്കാലോ, അങ്ങനെ ഒരു വിചാരമായിരുന്നു മനസ്സിൽ. അപ്പൊ ഞാൻ ഇതിന് പഠിച്ചുകൊണ്ടേയിരുന്നു. പഠിക്കുക പറഞ്ഞാൽ എനിക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന അത്ര മാത്രം ഞാൻ പഠിച്ചിട്ടുണ്ട്. എത്ര ഹവർ ഒരു ദിവസം പഠിച്ചു എന്ന് പറയാൻ പറ്റൂല. എല്ലാം മറന്ന് എല്ലാ ഫംഗ്ഷനും ഒഴിവാക്കി അത്രമാത്രം ഞാൻ അതിന് പഠിച്ചിരിക്കണം. എന്നിട്ട് ഞാൻ പഠിച്ചു. എക്സാം ഒക്കെ കഴിഞ്ഞു. എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച അത്ര എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ലിസ്റ്റിലൊക്കെ വരുന്ന അറിയായിരുന്നു. പിന്നെ ഇതിന്റെ ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ ഇന്റർവ്യൂവിന് നമ്മൾ നാട്ടിൽ തന്നെ നിൽക്കണം. ഇന്റർവ്യൂ ആണെങ്കിൽ അടുത്ത മന്ത് അല്ലെങ്കിൽ അടുത്ത മന്ത് എന്നാണെന്ന് അറിയൂല. അതാണ് PSCന്റെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ അതിനു വേണ്ടി ഒരുപാട് ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് എക്സാം കഴിഞ്ഞിട്ട് ഒരു വർഷത്തോളം ഇതിന്റെ റിസൾട്ട് വരാനെടുത്തു. ഈ ഒരു വർഷത്തോളം ഞാൻ ഇവിടെ ഇന്റർവ്യൂ ഇവിടെ കാത്തിരിക്കുകയാണ്. അങ്ങോട്ട് പോകാനൊന്നും പറ്റൂല. അപ്പൊ എനിക്ക് എന്റെ ഇതിൽ മടുപ്പ് വന്നു. അതിൽ ഞാൻ പിന്നെ ഇവള് വിട്ടുന്ന വീഡിയോ ഒക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങി. ഇതിന് കണ്ടപ്പോ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആയി. നല്ല ഇതുണ്ടല്ലോ കേൾക്കാനൊക്കെ. അങ്ങനെ ഞാൻ അന്നാണ് മാം ആദ്യത്തെ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തോന്നുന്നു. CV കോഴ്സ്, അതിന്റെ സെക്കൻഡ് ബാച്ചിലാണ് ഞാൻ ജോയിൻ ആയത്. അതിൽ ആകെ 4-5 പേരെ ഞങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ ബാച്ച് ആയിരുന്നു. മാമിനോട്ട് നന്നായിട്ട് സംസാരിക്കാൻ പറ്റി. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് എത്തി. എന്നിട്ട് ഞാൻ ഇത് വെച്ചിട്ട് ഒരുപാട് ട്യൂഷൻ സെന്റേഴ്സിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഓൺലൈൻ ട്യൂഷൻ സെന്റേഴ്സിലൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അവരെല്ലാവരും എന്നെ വിളിക്കും. ഞാൻ ഒന്നില് സെലക്ട് ആയി. പിന്നെ 2, 3, 4, 5, 10 ഇന്റർവ്യൂക്ക് ഞാൻ അറ്റൻഡ് ചെയ്ത് 10 എണ്ണത്തിനും സെലക്ട് ആയിട്ടുണ്ട്. അപ്പൊ എന്നോട് ഉമ്മ ചോദിക്കും, എന്തിനാണ് ഈ ഒന്നിലല്ലേ എടുക്കുള്ളൂ, എല്ലാത്തിനും കൂടി എടുക്കൂലല്ലോ, പിന്നെ എന്തിനാ ഇത് എല്ലാതും അപ്ലൈ ചെയ്യുന്നേക്കും. അപ്പൊ ഞാൻ എനിക്ക് ഇന്റർവ്യൂ എക്സ്പീരിയൻസ് കിട്ടുമല്ലോ, പേടി മാറുമല്ലോ. ആദ്യത്തെ 2-3 എണ്ണത്തിലൊക്കെ ഭയങ്കര പേടിയിരുന്നു. പിന്നെ എനിക്കൊരു പേടിയില്ലാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുക, ഇന്റർവ്യൂ ചെയ്യുക, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിരുന്നു. അപ്പൊ നമുക്ക് അവിടുത്തെ അവര് നമുക്ക് എത്രമാത്രം അവർ ഫ്ലെക്സിബിൾ ആണെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ അവരോട് ഞാൻ അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും, നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാന്നൊക്കെ ചോദിച്ചറിയും. പിന്നെ ഇവർക്കും എന്നെ നന്നായിട്ട് പറ്റുന്നുണ്ടെന്ന് മാഷാഅല്ലാഹ് എനിക്ക് മനസ്സിലായി. ഞാൻ അതിന്റെ ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തപ്പോ മാം സ്റ്റോപ്പ് ചെയ്താൽ എനിക്ക് മാത്സ് ശരിയാവൂല. മാത്സ് ഒക്കെ പ്രത്യേകിച്ച് ഒരാളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ടീച്ചർ നമുക്ക് അതിനെ വെക്കാൻ പറ്റൂല. അപ്പൊ എല്ലാവർക്കും എന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞ് ഒരു വർഷത്തോളം നമ്മൾ പഠിപ്പിച്ചപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ആയി. എന്നെ കൊണ്ട് പറ്റും, ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ഡീൽ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ട്.
പിന്നെ ഇംഗ്ലീഷ് ഒരുവിധമൊക്കെ ഓക്കെ ആയി. കാരണം ഞാൻ അധികം നോൺ മലയാളീസിനെയൊക്കെ സെലക്ട് ചെയ്തു. ഇംഗ്ലീഷ് ഒരുവിധമൊക്കെ ഓക്കെ ആയി. പിന്നെ കോൺഫിഡന്റ് ആയിട്ട് ഞാൻ പുറത്തോട്ട് പോവാന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് പിന്നെ എനിക്ക് ആ നോമ്പ് ടൈമിൽ യുദ്ധമൊക്കെ വന്ന് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തൊക്കെ സിറ്റുവേഷൻ ആയി. പിന്നെ എന്നെ സംബന്ധിച്ച് എന്റെ ഹസ്ബൻഡ് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ 1 മന്ത് കൂടുമ്പോൾ 2 മന്ത് കൂടുമ്പോഴൊക്കെ തന്നെ സൈറ്റ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ അവിടെ പോയാൽ അതിനനുസരിച്ച് നമുക്ക് സ്കൂൾ മാറാൻ പറ്റില്ലല്ലോ. ഞാൻ ആലോചിച്ചു എപ്പോഴും ഇങ്ങനെ ഓരോരോ പ്രതിസന്ധി വരികയാണ്. അപ്പൊ ഏതായാലും ഓൺലൈൻ സ്കൂൾസ് ഉണ്ടല്ലോ, അതൊന്ന് ട്രൈ ചെയ്താലോ എന്ന് ആലോചിച്ചു. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പൊ ഒരുപാട് ഓൺലൈൻ സ്കൂൾസിന്റെ പേരൊക്കെ വന്നു. അതിലൊക്കെ ഏതൊക്കെ കരിയർ പേജ് കൊടുത്തുകൊണ്ട് അതിലൊക്കെ പോയി അപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെ അപ്ലൈ ചെയ്തപ്പോ അപ്പൊ തന്നെ എന്നെ വിളിച്ചു. ഇങ്ങനെ കണ്ടല്ലോ, അപ്പൊ നാളെ ഇന്റർവ്യൂവിന് ഇരിക്കാൻ പറ്റുമോ ചോദിച്ചു. അതിൽ ഞാൻ ഇന്റർവ്യൂവിന് ഇരുന്നു. അത് ഇന്റർവ്യൂവിന് ഇരുന്നപ്പോ ഇവരിനോട് ഫസ്റ്റ് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ ആദ്യം ചോദിച്ചത് സിവിയിൽ എന്താ ഇങ്ങനെ മാസ്റ്ററിംഗ് IGCSE ആണ് A-level ട്രെയിനിങ് കാണുന്നത്, എന്താ സംഭവം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഇന്ത്യൻ ബേസ്ഡ് കമ്പനിയാണ്, മെജൂസ് പാർക്ക് ആണ്, മുനീറ മാം ജിദ്ദയിൽ ഇങ്ങനെ 16 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള മാം ആണ് ട്രെയിനിങ് തന്നത്. പിന്നെ എനിക്കറിയുന്ന എല്ലാം ഞാൻ പറഞ്ഞു. P1 P2 പിന്നെ പേപ്പർ കോഡ് മാം എന്തൊക്കെ പറഞ്ഞു തന്നിക്കൂടെ അതൊക്കെ ഞാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി. കാരണം ഇതൊക്കെ പഠിച്ചു എന്നല്ലാതെ നമുക്കിത് എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ പോവാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടത്തിലാണ്. നന്നായി പെർഫോം ചെയ്തു. അവരെ മോൻ കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. അവർക്ക് അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. അവരെന്നോട് കാംബ്രിഡ്ജും CBSE തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചു. എന്താണ് കാംബ്രിഡ്ജിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എനിക്കറിയുന്ന എല്ലാം പറഞ്ഞു. കാംബ്രിഡ്ജ് സ്റ്റുഡൻസിനെ ടീച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെ, അവന്റെ പാസ് പേപ്പർ എങ്ങനെയൊക്കെ ഞാൻ എനിക്കറിയുന്ന മൊത്തം പറഞ്ഞു കൊടുത്തു. അവർക്ക് മനസ്സിലായി, അവർക്ക് ആൾക്ക് അറിയാന്ന് മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞു. പിറ്റേ ദിവസം ഡെമോ ആയി. പിന്നെ ഡെമോക്കും മാം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അവർ എന്ത് ചെയ്യാൻ പറഞ്ഞ എന്തൊക്കെ ശ്രദ്ധിക്കണം, ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിനെ ഡെമോക്ക് ചെയ്ത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അങ്ങനെ സെലക്ട് ആയി. ഇപ്പോ അൽഹംദുലില്ലാ 1 മന്ത് ആയി. കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ഫസ്റ്റ് മന്ത് ഒക്കെ നമുക്ക് സപ്പോർട്ട് ഹബ് കാംബ്രിഡ്ജൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാം നമ്മള് PPT ഒന്നല്ല അധികം യൂസ് ചെയ്യുന്നത്, ഒക്കെ ഡിജിറ്റൽ ക്ലാസ് റൂമാണ് യൂസ് ചെയ്യുന്നത്. കാംബ്രിഡ്ജ് പോലെ ഡിജിറ്റൽ ക്ലാസ് റൂമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം 1 മന്ത് ഒക്കെ നമുക്കൊരു ഇതായി തോന്നിയിരുന്നു. ഇപ്പൊ അൽഹംദുലില്ലാ ഓക്കെയാണ്, ഒക്കെ ഹയറായി പോകുന്നു. ഓക്കെ പർവീൻ, കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓൺലൈൻ സ്കൂളിംഗ് ആണല്ലോ. ഓൺലൈൻ സ്കൂളിംഗ് എന്ന് പറയുമ്പോൾ പുറത്തേക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ഒരു ടൈമിംഗ് എങ്ങനെയാണ് വരുന്നത്? ഇവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ ടൈം 9:30 മുതൽ 2 PM വരെയാണ് ക്ലാസ് ഉള്ളത്. 9:30 മുതൽ 2 PM, അതായത് മോർണിംഗ് 9:30ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇന്ത്യൻ ടൈം 9:30 2 PM വരെയാണ് ക്ലാസ് വരുന്നത്. പിന്നെ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ എത്ര സമയം ഉണ്ടാവും? ഓരോ പീരീഡും 45 മിനിറ്റ്സ് വെച്ചിട്ടാണ്. 45 മിനിറ്റ്സ്. അതിൽ ഒരു ക്ലാസ്സിൽ എത്രത്തോളം കുട്ടികളാണ് വരുന്നത്? ഒരു ക്ലാസ്സിൽ 11 കുട്ടികളാണ് വരിക. 11 കുട്ടികൾ വരും. അപ്പൊ ഈ ക്ലാസ്സിൽ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് ഇൻചാർജ് പിന്നെ പർവീനാണ്. എന്നിട്ട് PPT വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നു അല്ലെ? PPTയിലാണല്ലോ അല്ല, ക്ലാസ്. നമ്മള് കാംബ്രിഡ്ജ് പോലെ ഡിജിറ്റൽ ക്ലാസ് റൂമാണ് യൂസ് ചെയ്യുന്നത്. PPT അതിന്റെ ചിലപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഡിജിറ്റൽ ക്ലാസ് റൂമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇനി പർവീന്റെ അടുത്ത് ചോദിക്കാൻ, നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ ട്രെയിനിങ് എടുക്കുന്നവരുണ്ട്, നമ്മുടെ ട്രെയിനിങ് എടുക്കാത്തവർ. ഇപ്പൊ പർവീന്റെ വീഡിയോ കാണും ടീച്ചേഴ്സ് ആവാന്. അപ്പൊ ഒരു ഓൺലൈൻ സ്കൂളിങ് അവര് ജോബ് സെർച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവർ കണ്ടെത്തേണ്ടത്? അതിന്റെ ഒരു ടിപ്പ് കൂടെ പറയാം. കാരണം ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പല ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. നമുക്ക് ഈ ഒരു ഐഡിയ കൂടെ നമ്മുടെ ടീച്ചേഴ്സിനോട് പറയാം. എന്താണ് പർവീൻ ചെയ്തത്? എവിടേക്കാണ് സെർച്ച് ചെയ്തത്? ഞാൻ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തു. ഓൺലൈൻ സ്കൂൾസ് ആണ് സെർച്ച് ചെയ്തു. അപ്പൊ കുറെ സ്കൂൾസ് വന്നു. അതിലൊക്കെ ഇഷ്ടം പോലെ, ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഓൺലൈൻ സ്കൂൾസ് ഉണ്ട്. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കി. അതിൽ കുറെ ഓൺലൈൻ സ്കൂൾസ് കണ്ടു. കൊണ്ട് അതിലൊക്കെ അപ്ലൈ ചെയ്തു. ഞാൻ ആക്ച്വലി ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്ത 2 സ്കൂളിനും കൂടി എന്നെ വിളിച്ചു. അവരിത് കേട്ടപ്പോൾ ഭയങ്കര ഇംപ്രസ് ആയി. ഒരുപാട് ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്ക് എന്താ വെച്ചാൽ ഇവിടെ എനിക്ക് കാംബ്രിഡ്ജിലാണ് ഞാൻ ഇപ്പൊ പഠിപ്പിക്കുന്നത്. അതിലൊക്കെ CBSE ആ വിളിച്ചിട്ടുള്ളത്. എനിക്ക് കാംബ്രിഡ്ജ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ അതിൽ നിൽക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുക. അപ്പൊ അതിലൊക്കെ കുറെ പേജസ് വരുമല്ലോ, അതിലൊക്കെ ഉണ്ടാവും. എന്നിട്ട് പിന്നെ അത് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക. ആ പേര് എടുത്ത് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക. എന്നിട്ട് അവരുടെ കരിയർ പേജ് നോക്കുക. എന്നിട്ട് അതിൽ പോയിട്ട് മാം പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് CV എടുത്തിട്ട് അതിൽ പോയി അപ്ലോഡ് ചെയ്യുക. ഓക്കെ. ഇൻസ്റ്റഗ്രാമിൽ ടീച്ചേഴ്സ് ശ്രദ്ധിക്കാൻ നോട്ട് ചെയ്യുക. ഇൻസ്റ്റഗ്രാമില്, ഫേസ്ബുക്കില്, അതുപോലെ ഈവൻ യൂട്യൂബിൽ വേണമെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക. ഓൺലൈൻ സ്കൂൾസ് സെർച്ച് ചെയ്യുക. ഈ ഓൺലൈൻ സ്കൂൾസ് കാണുന്ന സമയത്ത് അതിന്റെ നെയിം നമുക്ക് കിട്ടും. ഈ നെയിം നമ്മൾ എന്ത് ചെയ്യുക? ഗൂഗിളിൽ വന്നിട്ട് സെർച്ച് ചെയ്യുക. ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ആ ഒരു ഓൺലൈൻ സ്കൂളിങ്ങിന്റെ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ഞാൻ ടീച്ചേഴ്സിന്റെ അടുത്ത് പറയാം. വേണമെങ്കിൽ അതിന്റെ റിവ്യൂ വേണമെങ്കിൽ ഒന്ന് പോയി നോക്കിക്കോ. അപ്പോൾ അതും കൂടെ നമുക്ക് മനസ്സിലാകും ഈ സ്കൂൾ എത്രത്തോളം നല്ല സ്കൂളാണ്, ഞാൻ ഇവിടെ ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്ന്. അങ്ങനെ നമുക്ക് എന്താന്ന് വെച്ചാൽ വിസ വേണ്ട, പാസ്പോർട്ട് വേണ്ട, എവിടെയും പോണ്ട. നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ എന്ത് ചെയ്യാം? ഓൺലൈൻ സ്കൂളിൽ ടീച്ചറായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാം. പിന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ പർവീൻ
ഈ നമ്മൾ ഈ ഒന്നോ രണ്ടോ കുട്ടികൾക്ക് ഏതെങ്കിലും അക്കാദമിയിലൊക്കെ പോയിട്ട് കേരളത്തിൽ തന്നെയുള്ള 100-200 രൂപക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് ഈ ഓൺലൈൻ സ്കൂളിംഗ് ആകുമ്പോൾ. നമുക്ക് പെർമനന്റ് ആയിട്ട് ഒരു ഡെഫിനറ്റ്ലി. സാലറി ഉണ്ട്, റെഗുലർ ആയിട്ട് ക്ലാസ്സസ് ഉണ്ട് അല്ലെ? പിന്നെ നമുക്ക് സ്കൂൾ വർക്ക് ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒബ്സർവേഷൻ ടീച്ചേഴ്സ് കയറും. ഒബ്സർവേഷൻ കയറി നമുക്ക് ഒരുപാട് ഫീഡ്ബാക്ക് വരികയെന്ന് കിട്ടും. ആ, നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ആ, ഒരുപാട് ഡിവിഷൻസ് ഒക്കെ ഉണ്ട്. പ്രിൻസിപ്പൽ അങ്ങനെ എല്ലാം എങ്ങനെയാണോ ഒരു ഫിസിക്കൽ സ്കൂൾ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യുന്നതിൽ നമ്മൾ ഉം. പ്രയറും നാഷണൽ ആന്തം അതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ആ, അവിടെ അവിടെ പോയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇതുപോലെ എക്സ്പീരിയൻസ് കിട്ടും. അവര് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നാഷണൽ ആന്തം ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതെല്ലാം ചെയ്തിട്ട് ആ തന്നെയാണ്. പ്രയർ ചൊല്ലും, നാഷണൽ ആന്തം ചൊല്ലും, ഇന്റർവെൽ ചെയ്യും. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്, ഡാൻസ് ക്ലാസ്സസ് ഉണ്ട്. എല്ലാം ഓൺലൈൻ ആയിട്ട് നമുക്ക് നമ്മൾ വണ്ടർ ആവും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നത് തോന്നും. കുട്ടികൾ നമ്മൾ വിചാരിക്കും ഇൻട്രസ്റ്റ് അല്ലാതെ ഇരിക്കുന്നു, പക്ഷെ അവരൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണ് ക്ലാസ്സിൽ ഇരിക്കുക. 11 കുട്ടികളായതുകൊണ്ട് ടീച്ചർക്ക് എല്ലാവരെയും നന്നായിട്ട് നോക്കാൻ പറ്റും. പിന്നെ നമുക്കും എപ്പോഴും ഒരു ഒബ്സർവേഷൻ ഒക്കെ കയറുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഫീഡ്ബാക്ക് നമുക്ക് നന്നായി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മൾക്ക് എങ്ങനെ ഇപ്പൊ ഈ കുട്ടികളെ മാനേജ് കൊറോണ ചെയ്യണം. കഴിഞ്ഞതിന്റെ ശേഷം എല്ലാം ഓൺലൈനിലേക്ക് മാറി. പിന്നെ നമുക്കിപ്പോ മലയാളികളായിട്ടുള്ള നമുക്ക് കിട്ടുന്ന വേറൊരു ഓപ്പർച്യൂണിറ്റി കൂടെ എന്താ പറയുക പറവീൻ? കാരണം നമ്മള് ടീച്ചേഴ്സ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കുക, മുമ്പാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളുകളൊക്കെ ഗൾഫിലേക്കാണെങ്കിൽ വിസയൊക്കെ എടുത്ത് പോകണം. അല്ല നാട്ടിലാണെങ്കിൽ വളരെ കുറച്ച് സ്കൂള് അതിലും നല്ല എന്താ പറയാ എക്സ്പേർട്ടുകൾ കയറിപ്പോകും. ഇപ്പൊ അങ്ങനെയല്ല, എല്ലാം നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് വേൾഡിന്റെ ഏത് പാർട്ടിലും നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു സ്കൂളുകൾ തന്നെ കുട്ടികൾ ഇപ്പൊ ഹൈബ്രിഡ് ആയിരുന്നു കുറച്ച് ഓൺലൈൻ ഓഫ്ലൈൻ, ഇപ്പൊ കംപ്ലീറ്റ്ലി ഓൺലൈനിലൂടെ വരുന്നുണ്ട്. പിന്നെ വരുന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം, ഒരു 8th 9th വരെ ഇതുപോലെ ഓൺലൈൻ സ്കൂളിങ്ങിൽ പഠിച്ച കുട്ടികള് പിന്നെ 10th ഓഫ്ലൈൻ സ്കൂളിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവർക്ക് അങ്ങനെ CBSE പോലുള്ള സ്കൂളിൽ എക്സാം എഴുതി സർട്ടിഫിക്കറ്റ് കിട്ടിപ്പോകാം. അതില്ലെങ്കിൽ ബ്രിട്ടീഷ് അമേരിക്കൻ്റെ ഒക്കെ ഇത് ഓൺലൈനിൽ തന്നെ അവർ ചെയ്തിട്ട് ബ്രിട്ടീഷ് കൗൺസിലിലൂടെ പ്രൈവറ്റ് എക്സാം എഴുതാൻ പറ്റുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റീസ് അത്രയും കിടക്കുകയാണ്. അപ്പൊ നല്ലൊരു എൻട്രിയാണ് പർവീന് വന്നിരിക്കുന്നത്. എൻ്റെ എല്ലാ ടീച്ചേഴ്സിൻ്റെ അടുത്തും എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ നിങ്ങൾ ഇരിക്കരുത്. ഇപ്പൊ തന്നെ നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു റിവ്യൂ കാണുന്നത്, പർവീന്റെ കരിയർ ജേണി കാണുന്ന സമയത്ത് മൊബൈലിൽ യൂട്യൂബ് ഇൻസ്റ്റയ്ക്കൊക്കെ പോകുമ്പോൾ അവിടെ സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യാം. പർവീൻ എന്താ അവരോട് പറയാനുള്ളത്, ഈ ജോബ് നോക്കുന്നവരോട്? പർവീൻ ഇപ്പൊ ഒന്ന് അച്ചീവ് ചെയ്തു, ഒരു എൻട്രി കിട്ടി. എങ്ങനെ ഞാൻ ചെയ്യാനാണ് മലയാളി ടീച്ചേഴ്സിനോട് പറയാനുള്ളത്? ഒന്ന് പറയാം. എനിക്ക് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഡിഗ്രി കഴിഞ്ഞ ഏതൊരാളും ചിന്തിക്കുക നാട്ടിൽ നല്ലൊരു ജോലി PSC എഴുതിയാൽ മതി. PSC ഞാൻ കുറ്റം പറയല, PSC എഴുതിയിട്ടും ജോലി കിട്ടുന്ന ഒരുപാട് പേരുണ്ട്, നല്ലൊരു കാര്യം തന്നെ. പക്ഷെ കുറേ ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതുമ്പോൾ വെറും 1000 500 പേർക്ക് മാത്രമാണ് അവർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ അതിൽ തന്നെ നിൽക്കുന്നവർക്ക് അതിൽ തന്നെ നിൽക്കാം. അല്ല ഒന്നും കൂടെയൊക്കെ നമ്മളിപ്പോ ടെക്നോളജി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ വികസിക്കുന്ന സമയത്ത് വീണ്ടും നമ്മൾ ഈ പുസ്തകത്തിലുള്ളത് മാത്രം നോക്കി ഇങ്ങനെ പഠിച്ച് പഠിച്ച് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാലം മുന്നേ നടന്ന കാര്യങ്ങൾ വീണ്ടും ഇങ്ങനെ പഠിച്ച് പഠിച്ച് അത് പോയി എഴുതാ ചെയ്യുന്നത്. അതിന് പകരം എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പുതുതായി എക്സ്പ്ലോർ ചെയ്യണം എന്ന് തോന്നിയിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ വന്നത് തന്നെ. അപ്പൊ വന്നപ്പോ എന്നോട് എന്റെ ഒരുപാട് ഫ്രണ്ട്സ് ചോദിക്കും, ഇതിനൊക്കെ ഈ കോഴ്സിനൊക്കെ ഇത്ര ക്യാഷ് ആവൂലേ, അതൊക്കെ എങ്ങനെയാ ചെയ്യാന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ഞാൻ ഈ കോഴ്സ് ഒന്നും എടുക്കാൻ എന്റെ ഹസ്ബൻഡിനോട് ഞാൻ ക്യാഷ് ചോദിച്ചിട്ടില്ല. തരാഞ്ഞിട്ടല്ല, നമുക്കൊരു മടി നമ്മൾ എപ്പോഴും ഇങ്ങനെ ഓരോ കോഴ്സ് പറഞ്ഞ് ചെല്ലുമ്പോൾ. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ട്യൂഷൻ ചെയ്തു, കുട്ടികൾക്ക് ട്യൂഷൻ ചെയ്ത് അതിന് കിട്ടുന്ന ഏർണിങ്സ് കൊണ്ടാണ് ഞാനിപ്പോ ഈ കോഴ്സുകളെല്ലാം എടുത്തത്. മാം പറഞ്ഞ ലണ്ടൻ കോളേജിന്റെ കോഴ്സസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ മാം പറഞ്ഞു, നിങ്ങൾ ചെറിയ ക്ലാസ്സിലേക്ക് നോക്കരുത്, നിങ്ങൾ എപ്പോഴും വലിയ ക്ലാസ്സിന്റെ നോക്കണം, A-ലെവലിന്റെ നോക്കണം എന്ന് മാം പറയുമല്ലോ. എനിക്ക് A-ലെവൽ നോക്കാൻ എന്താണെങ്കിലും PG വേണം. അപ്പൊ ഞാൻ PG ഞാൻ ഇപ്പൊ ചെയ്യുന്നൊക്കെ എന്റെ സ്വന്തം ക്യാഷ് കൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ആരും ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്തു നോക്കാം. നമ്മൾ മാക്സിമം വേൾഡ് ഇത്രയും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളും അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാം. നമ്മളിപ്പോ ഞാൻ ഇവിടെ വരുമ്പോൾ മക്കളുടെ ക്യാൻവയിൽ ഒരു PPT ഉണ്ടാക്കി ചെന്നാൽ കുട്ടികൾ പറയും, ഇത് ക്യാൻവ അല്ലേ മാം എന്ന് പറയും. അവർക്ക് 2 മിനിറ്റ് കൊണ്ട് നമ്മളെക്കാൾ ഫാസ്റ്റ് ആയിട്ട് PPT ഉണ്ടാക്കാൻ പറ്റും. അവർക്ക് വല്ല പ്രൊജക്റ്റ് കൊടുക്കുമ്പോൾ 2 മിനിറ്റ് കൊണ്ട് പ്രൊജക്റ്റ് ആയിട്ട് ഉണ്ടാവും. ഫിസീസ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് നമ്മൾ ടോപ്പിക്ക് പറയുന്ന മുന്നേ മാം ഉണ്ടാക്കണ്ട ഞങ്ങൾ ഉണ്ടാക്കിക്കോളാൻ അവർ ഫിസീസ് തയ്യാറാക്കിയിട്ടുണ്ടാവും. ബാക്ക്ഗ്രൗണ്ടും ഒക്കെ അവർക്ക് അത്രയും സിമ്പിൾ ആണ്. അപ്പൊ ഇത്രയും മക്കളും എല്ലാവരും ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മാത്രം ഒരു ഇതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടാതെ ഒന്നും കൂടി വൈഡ് ആയിട്ട് ചിന്തിക്കുക. പിന്നെ എന്നെ പോലെ എനിക്ക് ചെറിയ മക്കളാണ്, ഒരാൾക്ക് 3 വയസ്സും ഒരാൾക്ക് 7 വയസ്സും. എനിക്ക് ഫാമിലി അത് ഇപ്പോഴും കുട്ടികളെ കൂട്ടിപ്പിടിച്ച് അങ്ങനെയൊക്കെയാ ഇഷ്ടം. അപ്പൊ ഇതിപ്പോ രാവിലെ 9:30 വരെ 2 മണി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീയാ. നാട്ടിലൊരു സ്കൂളിൽ പോയാൽ നമ്മൾ 4-5 മണി വരെ, വീട്ടിലെത്തുമ്പോൾ 6 മണിയാവും. ഇത് ഉച്ച കഴിഞ്ഞാൽ നമുക്ക് ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാം. അങ്ങനെയൊക്കെ നോക്കുന്നവർക്ക് നാട്ടിൽ തന്നെ എല്ലാവർക്കും ഓൺലൈൻ സ്കൂൾ ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് ഞാൻ പറയുള്ളൂ.
പിന്നെ അവിടെ ചെന്നാൽ നമുക്ക് പ്രൗഡ് തന്നെ ഓഫ് അവർ യു, ട്രെയിൻ സോ പ്രൗഡ് ഓഫ് യു. അവരെന്നെ നമുക്ക് ഏതാ ചെറിയ മക്കൾക്ക് ക്വാളിഫിക്കേഷന്? സ്പെഷ്യലി ഞാന് ബി എസ് സി കഴിഞ്ഞ് ബി എഡ് കഴിഞ്ഞു. പിന്നെ ഇപ്പം പറഞ്ഞ മാം പറഞ്ഞിട്ട് പി ജി ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ട്രെയിനിങ് മറ്റു കാര്യങ്ങളൊക്കെ അഡീഷണൽ എടുത്തു. ലണ്ടൻ കോളേജസിന്റെ മാസ്റ്റർ എടുത്തിട്ടില്ല അല്ലെ? മാസ്റ്റർ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ടീച്ചേഴ്സ് ഒരുപാട് എന്താ പ്രൗഡ് ഓഫ് യു പർവീൻ. അപ്പൊ ടീച്ചേഴ്സ് ഇനി ഇന്റർനാഷണൽ സ്കൂള് ഓഫ്ലൈന് പോവുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റുന്നില്ല, ഇനി ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ഓക്കെ, പർവീന് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ പിന്നെ നിങ്ങൾ മാം എല്ലാവരും ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണ്ട പർവീന്? എനിക്ക് മാമിനോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവൂല. നമുക്ക് ഇങ്ങനെ നമ്മൾ ആരോടെങ്കിലും ചോദിക്കുമ്പോൾ നമ്മളെ പേടിപ്പിക്കും. അവിടെ അത് വേണം, ആ റെക്കമെൻഡേഷൻ വേണം, ഈ റെക്കമെൻഡേഷൻ വേണം, IELTS വേണം. ഇതൊക്കെ ഇങ്ങനെ ഇപ്പോഴും പല വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ ഞാനൊന്നും മൈൻഡ് ചെയ്യാറേ ഇല്ല. മാമിനെ നമ്മൾ ഫോളോ അപ്പൊ മാമിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല. ഞാൻ എന്റെ ഒരുപാട് ഫ്രണ്ട്സിന് ഇത് റെക്കമെൻഡ് ചെയ്യലുണ്ട്. ഞാൻ ആരെങ്കിലും എന്നോട് ചോദിക്കുമ്പോൾ അവർക്ക് മോട്ടിവേഷനും കൊടുക്കലുണ്ട്. ഇങ്ങനെ പറഞ്ഞുതരാൻ നമുക്ക് ആരിനെയും കിട്ടൂല. മാം അങ്ങനെയും ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മാമിനോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. സോ താങ്ക്ഫുൾ ടു യു. താങ്ക് യു പഠിച്ചവനോട് സോ മാമിനോട് മച്ച് പർവീൻ, താങ്ക് യു. നമ്മള് ഒരാളെ ഫോളോ ചെയ്യുന്നതും അതുപോലെ തന്നെ പർവീന്റെ ഹാർഡ് വർക്ക്, ആ ഡെഡിക്കേഷൻ ഇല്ലാതെ നമ്മൾക്ക് എത്ര ഹൈ ആയിട്ടുള്ള കോഴ്സുകൾ കിട്ടും, ഇന്റർനാഷണൽ കോഴ്സുകൾ കിട്ടും, അതെല്ലാം നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ ഇരുന്നിട്ട് കാര്യമില്ല. അതിന് എത്രത്തോളം നിങ്ങൾ അതിലേക്ക് ഹാർഡ് വർക്ക് ചെയ്തത് എന്ന് കൂടെയാണ് ഇതിന്റെ റിസൾട്ട്. നമ്മളൊരു ടീമായിട്ട് പോകുമ്പോഴാണ് ഇത് നമ്മുടെ അച്ചീവ്മെന്റ്, മെജൂസ് പാർക്കിന്റെ മാത്രം അച്ചീവ്മെന്റും അല്ല, പർവീന്റെ. നമ്മൾ ഒന്നിച്ചത് പണിയെടുത്തു. നമ്മൾ പറഞ്ഞു തന്നത് അതുപോലെ പർവീൻ ചെയ്തു എന്നുള്ളതാണ്. സോ ഇനി നമ്മൾ വീഡിയോ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. പർവീൻ, കൺഗ്രാറ്റുലേഷൻസ് അഗൈൻ. ആൻഡ് ടീച്ചേഴ്സ് ഇനി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ്ട, പേടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കണ്ട. എന്താ ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ, എന്തായാലും എല്ലാവരും കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്. ആ ഫോൺ എടുക്കുക. ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരൊക്കെ അതാ കയറി പോകുന്നു, നല്ല ജോലിയും കിട്ടി എന്നുള്ളത് നോക്കുക. അതാണ് എനിക്ക് എൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്. അപ്പൊ ഇനി വേറൊരു കരിയർ ജേണി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്.